الحمد لله حمدا كثيرا طيبا مباركا فيه نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم ومن الناس من يشتري لهو الحديث ليضل عن سبيل الله بغير علم ويتخذها هزوا أولئك لهم عذاب مهين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു തആലയെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി പാലിച്ചും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ അരികിൽ മനുഷ്യർ വഴിപിഴച്ചവരാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെപ്പറ്റിയാണ്. കുറേ കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിച്ചു. അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സൂറത്തുൽ ലുഖ്മാനിലെ 6-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല വിശദീകരിച്ചത്. അല്ലാഹു അവിടെ പറഞ്ഞത് വമിനന്നാസ്, ജനങ്ങളിൽ ചില ആളുകൾ, മൻ യശ്തരി ലഹവൽ ഹദീസ്, ആ ആളുകൾ വിനോദ വാർത്തകൾ വില കൊടുത്തു വാങ്ങുകയാണ്. സെലിബ്രേറ്റ് ചെയ്യുന്ന വസ്തുക്കൾ അവർ എന്ത് ചെയ്യുന്നു? വില കൊടുത്തു വാങ്ങുന്നു.
ലിയുളില്ല അൻ സബീലില്ലാഹ് ബിഗൈരി ഇൽം. ജനങ്ങളെ അറിവില്ലാതെ വഴിപിഴപ്പിക്കുന്നതിനു വേണ്ടി, ഒരു ഇൽമിന്റെയും അടിസ്ഥാനത്തിലല്ലാതെ ജനങ്ങളെ വഴി പിഴപ്പിക്കുന്നതിനു വേണ്ടിയും വയത്തഖിദഹാ ഹുസുവ, പടച്ച റബ്ബിന്റെ മതത്തെ, അവന്റെ വിശ്വാസത്തെ, അവന്റെ സംസ്കാരത്തെ ഒക്കെ പരിഹസിക്കുന്നതിനു വേണ്ടി, പരിഹാസ്യമാക്കി തീർക്കുന്നതിനു വേണ്ടി മനുഷ്യന്മാർക്ക് അവർക്കിടയിൽ ലഹ്വുൽ ഹദീസ് കൊടുക്കുന്ന, വിനോദ വാർത്തകൾ വിതരണം ചെയ്യുന്ന ആളുകളുണ്ട് എന്ന് അല്ലാഹു പഠിപ്പിക്കുക. ഉലൈക ലഹും അദാബും മുഹീൻ, അവർക്ക് പടച്ചവൻ നിന്ദ്യമായിട്ടുള്ള ശിക്ഷയാണ് അവർക്ക് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ വഴിപഴക്കുന്ന മനുഷ്യരുടെ ഒരു പ്രത്യേകതയാണ്, അവർ മനുഷ്യരെ വഴിപഴപ്പിക്കാൻ പരിശ്രമിക്കും. മറ്റുള്ള ആളുകളെ അവരെ വഴിപഴപ്പിക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കും. അത് അങ്ങേയറ്റത്തെ പാപികളുടെ പ്രത്യേകതയാണ്, ളലാലത്തിൽ മരിക്കുന്ന ആളുകളുടെ പ്രത്യേകതയാണ്. നമ്മളെക്കൊണ്ട് ഒരു മനുഷ്യൻ തിന്മയിലേക്കോ തെറ്റായ പ്രവണതകളിലേക്കോ ചാഞ്ഞു പോകരുത് എന്ന് എപ്പോഴും വിശ്വാസികൾ ആഗ്രഹിക്കേണ്ട കാര്യമാണ്. ഒരു മനുഷ്യന് നമ്മളെക്കൊണ്ട് വഴിപഴിച്ചു പോകാൻ പാടില്ല. ചെറിയ പിഴവാകട്ടെ, പടച്ചവന്റെ മാർഗത്തിൽ നിന്നുള്ള മനുഷ്യനെ വഴിതെറ്റിപ്പിക്കുന്ന ചെറിയ പ്രവർത്തനാകട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായിട്ട് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം, മൻ ദഅ ഇലാ ളലാലത്തിൻ, ആർക്കെങ്കിലും ളലാലത്തിലേക്ക് വഴി കാണിച്ചാൽ, വിളിച്ചാൽ, ആളുകളെ വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് മൂപ്പിച്ച് നമ്മൾ കൊണ്ടുപോയാൽ എന്ത് സംഭവിക്കും? കാന അലൈഹി മിനൽ ഇസ്മി മിസ്ലു ആസാമിഹിം മൻ തബിഅഹു, അവന്റെ വാക്ക് കേട്ട്, അവന്റെ വിശദീകരണങ്ങൾ കേട്ട്, അവന്റെ പ്രേരണക്ക് വശംവദമായി ആ തിന്മ ചെയ്ത ആളുകളുടെ അതേ കുറ്റം ആരാണോ ആ തിന്മയിലേക്ക് മനുഷ്യന് വഴി കാണിച്ചു കൊടുത്തത് അവന് ലഭിച്ചുകൊണ്ടിരിക്കും. ലാ യൻഖുസു ദാലിക മിൻ ആസാമിഹിം ഷൈഅ, ആ പാപം ചെയ്തവരുടെ പാപത്തിൽ നിന്ന് ഒരു തരി പോലും കുറക്കാതെ തന്നെ ഈ പാപത്തിന് കാരണമായ, അത് പഠിപ്പിച്ച, അതിലേക്ക് ആളുകളെ വഴി നടത്തിയവനെ അല്ലാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്യും? അവനക്ക് അല്ലാഹു ആ പാപത്തിന്റെ പ്രതിഫലം ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. നമ്മൾ കാരണമാണ് ഒരു വേണ്ടാവൃത്തി ഉണ്ടായത് എങ്കിൽ, നമ്മൾ കാരണമാണ് അനാവശ്യമായ തെറ്റായ കാര്യങ്ങൾ നടക്കുന്നത് എങ്കിൽ, അത് പിന്തുടർന്നവരുടെ മുഴുവൻ ഓഹരി, ആ പാപത്തിൽ നിന്നുള്ള ഓഹരി നമ്മൾ വാങ്ങേണ്ടി വരും എന്ന് ഖുർആനും പഠിപ്പിക്കാണ്, ഹദീസും നമ്മളെ പഠിപ്പിക്കാണ്. അപ്പൊ വിശ്വാസികൾ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളിൽ നിന്ന് ആദ്യത്തെ ഒരു തിന്മയുടെ പ്രസരണം നടക്കാൻ പാടില്ല. അങ്ങനെ നടന്നാൽ അത് പിൻപറ്റുന്നവരുടെയൊക്കെ പാപഭാരം പേറിയിട്ടാണ് നമുക്ക് മരിക്കാൻ സാധിക്കുള്ളൂ. അത്ര ഗൗരവത്തിൽ നമ്മൾ കാണേണ്ട വിഷയമാണ്. നമ്മുടെ സമൂഹത്തിൽ ഈ പ്രവണത വർദ്ധിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യാം. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുക, എല്ലാ തിന്മകളും നോർമലൈസ് ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. അതിനു വേണ്ടി പ്രത്യേകമായ സ്പോൺസേഡ് പ്രോഗ്രാമുകൾ, പ്രോപ്പഗണ്ടകളൊക്കെ നിരന്തരമായി സൊസൈറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുക. ആളുകളെ തിന്മകൾക്ക് അത് നിരന്തരം കാണിച്ചും കേൾപ്പിച്ചും അതിനെ പറ്റിയിട്ടുള്ള ചർച്ചകളിൽ അവരെ എൻഗേജ് ചെയ്യിപ്പിച്ചുകൊണ്ട് അവരുടെ മനസ്സിൽ ഇതൊക്കെ സാധാരണമാണ്, സാധാരണ സംഭവമാണ് എന്ന് നോർമലൈസ് ചെയ്യാനുള്ള പ്രവണതകൾ തിന്മകളുടെ ആളുകൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നു. മതമേഖലയിലായാലും മതേതര മേഖലയിലും ആളുകൾക്ക് തിന്മകൾ ഇട്ടുകൊടുക്കുന്നവർ, ളലാലത്തിന്റെ വഴികളിലേക്ക് ആളുകളെ ക്ഷണിച്ചു കൊണ്ടിരിക്കുന്നവർ, അവർ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു. അവർ മേൽക്കൈ നേടിക്കൊണ്ടിരിക്കുന്നു. അവരുടെ പ്ലാനുകൾ വിജയിച്ചു കൊണ്ടിരിക്കുന്നു. ആ കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. നമുക്കറിയാം, നമ്മുടെയൊക്കെ വീടിന്റെ അകത്തളത്ത് നമ്മുടെയൊക്കെ കുടുംബമടക്കമുള്ളവർ കണ്ടുകൊണ്ടിരിക്കുന്ന പല സ്പോൺസേഡ് പ്രോഗ്രാമുകളും എന്ത് അജണ്ടകൾ വെച്ചിട്ടാണ് നടക്കുന്നത് എന്നതിനെപ്പറ്റി നമുക്ക് ധാരണയില്ല. നിങ്ങൾ ആലോചിക്കും, കേരളത്തിൽ നിന്ന് ആദ്യമായി ലെസ്ബിയൻ കപ്പിൾസ് ആയത് 2 മുസ്ലിം പെൺകുട്ടികളാണ്.
2 മുസ്ലിം പെൺകുട്ടികളാണ്. കേരളത്തിൽ നിന്ന് ആദ്യമായി സ്വർഗാനുരാഗം വിവാഹിതരായിട്ടുള്ളത് 2 പെൺകുട്ടികളാണ്. അവരാണെന്ന് നിരന്തരം നമ്മളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാണത്? അവരെ നിരന്തരം കാണിച്ചുകൊണ്ടിരിക്കുക. അവർ എന്ത് സംഭാവന ചെയ്തിട്ടാണ് നമുക്ക് മുമ്പിൽ ഗൈഡുകളായിട്ട്, മാർഗദർശിനികളായിട്ട് പ്രത്യക്ഷപ്പെടാൻ എന്താണ് അവർ ചെയ്തത്? ഒരു മനുഷ്യനെ നമുക്ക് മുമ്പിൽ മോഡലായി നമ്മൾ കാണാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടി, നമ്മളെ സ്വാധീനിക്കാൻ വേണ്ടി ഒരു മനുഷ്യനെ നമ്മൾക്ക് മുമ്പിൽ മോഡലായിട്ട് അവതരിപ്പിക്കണമെങ്കിൽ ചുരുങ്ങിയത് ഏതെങ്കിലും ഒരു മേഖലയിൽ അയാൾ ഒരു സംഭാവന അയാളുടേതായത് കൊടുക്കട്ടെ. ഒരു സ്പോർട്സ് താരാണെങ്കിൽ അയാളുടെ സ്പോർട്സ് മേഖലയിൽ സംഭാവന കണക്കാക്കുക. അതല്ല, ഒരു സാഹിത്യകാരനാണെങ്കിൽ സാഹിത്യ രംഗത്ത് സംഭാവനകൾ അയാളെ നമുക്ക് മുമ്പിൽ ഒരു മോഡലാക്കാം. പച്ച തെമ്മാടിത്തം ചെയ്ത ആളുകൾ, സമൂഹത്തെ വെല്ലുവിളിച്ച് പച്ച തെമ്മാടിത്തം ചെയ്ത ആളുകൾ, അവർ ക്രിയാത്മകമായിട്ടൊന്നും ചെയ്തിട്ടില്ല, സൃഷ്ടിപരമായ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടില്ല. അവരുടെ ആ ദേഹേച്ഛയെ പരസ്യമായി ആളുകൾക്ക് മുമ്പിൽ തങ്ങളുടെ ദേഹേച്ഛയെ, ഹവയെ, ഷഹവത്തിനെ അതിനെ പുൽകി. അതാണ് യോഗ്യത. അതാണ് യോഗ്യത. ഒരു മനുഷ്യന് ഒരു ടെലിവിഷൻ സ്ക്രീനിൽ അയാളങ്ങനെ ക്യാമറകൾ ഒപ്പിയെടുക്കാൻ അയാൾക്കുള്ള യോഗ്യത എന്താ? തെമ്മാടിത്തരം, നാണമില്ലാതെ അവർ പ്രവർത്തിച്ചു എന്നത് യോഗ്യതയായിട്ട് വരും. എന്തിനാ ഇത് വരുന്നത്? ഇതിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കണം. മുസ്ലിം പെൺകുട്ടികൾ പ്രത്യേകിച്ച് കാണണം. എന്നിട്ട് ഇത് നോർമലൈസ് ചെയ്യപ്പെടണം. ഇത് സാധാരണ സംഭവമാണ് എന്ന് തോന്നിക്കണം. എന്നിട്ട് നമ്മുടെ നാട്ടിൽ വിവാഹങ്ങൾ നടക്കുന്നത് പോലെ ഇത്തരത്തിലുള്ള ഹോമോസെക്ഷൽ മാരേജുകൾ നടക്കണം. ഹോമോസെക്ഷാലിറ്റിയുടെ ആളുകൾക്ക് മാരേജുകൾ നടത്തണം. സിമ്പിളായി, സാധാരണമായി കാര്യങ്ങൾ മാറ്റണം. ആളുകളെ ലൊലാലത്തിലേക്ക് വിളിക്കുന്നവർ വമിനന്നാസ് എന്നുമുണ്ട്. പടച്ചവന്റെ മാർഗത്തിൽ നിന്ന് മനുഷ്യരെ വഴിപിഴപ്പിക്കുന്ന ചില ആളുകൾ വിനോദ വാർത്തകൾ കൊണ്ടുവരും. ആളുകളെ സ്വാധീനിക്കുന്ന വാർത്തകൾ. അത് മീഡിയയാകാം, അത് സംഗീതമാകാം, അത് സ്പോൺസേഡ് പ്രോഗ്രാമുകളാകാം. ആളുകളെ എന്റർടൈൻ ചെയ്യിപ്പിക്കുന്ന ചില പ്രോഗ്രാമുകളുമായിട്ട് യസ്തരി ലഹ്വൽ ഹദീസ് അത് കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ട്. ലിയുദില്ല അൻ സബീലില്ലാ. അവരുടെ ആ കച്ചവടത്തിന്റെ പരിണിത ഫലം എന്താ? മനുഷ്യന്മാർ റബ്ബിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകും. ബിഗൈരി ഇൽമ്, ഒരു ഇൽമില്ലാതെ ആ പണി അവർ ചെയ്യിപ്പിച്ചു കൊണ്ടിരിക്കും. വയത്തഖിദഹാ ഹുസ്വ, മാത്രമല്ല ദീനിന്റെ സംസ്കാരത്തെ പരിഹസിക്കുന്ന സാമൂഹിക അന്തരീക്ഷം അവർ സൃഷ്ടിച്ചു കൊണ്ടിരിക്കും. ഉലൈക ലഹും അദാബും മുഹീൻ. അവനൊന്നും വെറുതെ മരിച്ചു പോകാൻ പോകുന്നില്ല. അല്ലാഹ് പറയാ, ഈ കളി കളിച്ച് നടന്ന് വിശ്വാസികളെ, മനുഷ്യരെ, ധാർമ്മിക ബോധമുള്ളവരെ വഴിപഴപ്പിച്ചു കൊണ്ടിരിക്കുന്നവരൊന്നും സാധാരണ മരണം അവനക്ക് അല്ലാഹ് വെച്ചിട്ടില്ല. അവൻ വലിയ ശിക്ഷ കണ്ടിട്ടല്ലാതെ മരിക്കില്ല. വലിയ ശിക്ഷ കണ്ടിട്ടല്ലാതെ അവന് മരിക്കില്ല. അതിനേക്കാൾ വലിയ നിന്ദ്യമായ ശിക്ഷയിലേക്കുള്ള പ്രയാണമാണ് അവന്റെ മരണമെന്ന് റബ്ബ് സുബ്ഹാനഹു തആല പഠിപ്പിച്ചതാണ്. മനുഷ്യന്മാരെ വഴിപഴപ്പിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല അവനെ ഒന്നും നേരെ ചൊവ്വേ മരിക്കാൻ അനുവദിക്കൂല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കി. നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ ആരുടെ പര്യവസാനം നോക്കിക്കോ. മനുഷ്യരെ വഴിപഴപ്പിച്ചവർ മരിക്കുന്നത് നിങ്ങൾ നോക്കിക്കോ. നിങ്ങൾ അനുഭവത്തിൽ നിങ്ങൾക്ക് കാണാം. അവനൊന്നും നേരെ ചൊവ്വ സമാധാനത്തോടെ മരിക്കാറില്ല. അതുവരെ അവൻ ഓടി നടക്കും, രസിച്ചു നടക്കും, ചിരിച്ചു നടക്കും, പരിഹസിച്ച് ആർത്തുല്ലസിച്ച് നടക്കും. പക്ഷേ മലായികത്ത്, മരണത്തിന്റെ മലക്കുകൾ അവനെ കൊണ്ടുപോവുക നിന്ദ്യനായിട്ടായിരിക്കും. അത് അദാബും മുഹീൻ, ഏറ്റവും നിന്ദ്യമായിട്ടുള്ള ആ ശിക്ഷയിലേക്കുള്ള യാത്രയാണ് അവന്റെ മരണം. അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യനെ എന്നും ഇങ്ങനെ ധിക്കരിച്ച് ആർമദിച്ച് നടക്കാൻ പറ്റില്ലല്ലോ. ധിക്കരിച്ച് അർമാദിച്ച് നടക്കാൻ പറ്റില്ലല്ലോ. അവന് വീഴുന്ന, അവൻ തളരുന്ന, അവന് രോഗിയാകുന്ന, വാർദ്ധക്യം അവനെ ബാധിക്കുന്ന, മരണത്തെ ഓർക്കുന്ന അനുഭവങ്ങളും വേദനകളും പ്രയാസങ്ങളും ജീവിതത്തിൽ ഇടയ്ക്കിടെ സഞ്ചരിക്കാതെ ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. ഈ യൗവനകാലത്താണ് നമുക്ക് തോന്നാം എല്ലാം എന്നും ഇങ്ങനെ ഉണ്ടാവും. നമുക്ക് തോന്നപ്പോഴാ ഈ യൗവനുള്ളപ്പോഴാ. ആ യൗവനങ്ങനെ മങ്ങുന്ന സമയത്ത് പിന്നെ മനുഷ്യൻ
പിന്നെ മനുഷ്യൻ ദുർബലനായി പോകാണ്. ആ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അവനെ തിന്മകളിലൂടെ വഴി നടത്തുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിച്ച ആളുകളെ മുഴുവൻ റബ്ബ് സുബ്ഹാനഹു വ തആല അതികഠിനമായി ശിക്ഷിക്കും എന്നുള്ള അറിയിക്കുക. ഒരു മനുഷ്യൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, വിശ്വാസി എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, മതേതര മേഖലയിൽ മാത്രമല്ല, മതമേഖലകളിൽ കൂടി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മതമേഖലകളിൽ കൂടി ഈ വഴിപഴപ്പിക്കുന്ന സമ്പ്രദായം നമുക്ക് കാണാം. വഴിപഴപ്പിക്കുന്ന സമ്പ്രദായം നിങ്ങൾ ആലോചിക്കുക. ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ഒരു സമയം ഏതാണ്? അവന്റെ ഏറ്റവും വേണ്ടപ്പെട്ടവർ അവനെ വേർപിരിഞ്ഞു പോകുമ്പോൾ, മരണത്തിന് കീഴടക്കുമ്പോൾ. അല്ല, ഒരു മനുഷ്യന്റെ ഏറ്റവും ദുഃഖം ഏതാ? അവൻ ജീവിച്ചിരിക്കെ അവന്റെ മക്കൾ മരിക്കുമ്പോൾ, അവന്റെ മാതാപിതാക്കൾ മരിക്കുമ്പോൾ, അവന്റെ സഹോദരന്മാർ മരിക്കുമ്പോൾ, അവന് ഏറ്റവും വേണ്ടപ്പെട്ടവർ മരണപ്പെട്ടു പോകുമ്പോൾ മനുഷ്യൻ ഏറ്റവും ദുഃഖിതനായിരിക്കും. ആ സമയത്ത് ആ മരിച്ചുപോയവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് അവൻ ആഗ്രഹിക്കും. മരിച്ചുപോയവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നവൻ ആഗ്രഹിക്കും. അവർക്ക് വേണ്ടി പ്രതിഫലം ലഭിക്കുന്ന, അവർക്ക് പുണ്യം ലഭിക്കുന്ന എന്തെങ്കിലും ചെയ്യണമെന്ന് മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് മനുഷ്യനെ വലാലത്തിലേക്ക് വഴി നടത്തുന്ന പൗരോഹിത്യത്തെ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞ മതേതര മേഖലയിൽ മാത്രമല്ല, ഒരു ലെസ്ബിയൻ സംസ്കാരം, ഒരു ഹോമോസെക്ഷാലിറ്റി സംസ്കാരം നമുക്കിടയിൽ നോർമലൈസ് ചെയ്യുന്നതിന് വേണ്ടി മതേതര മേഖലകളിൽ ഇത്തരം രൂപത്തിലുള്ള പ്രോപ്പഗണ്ടകൾ, സ്പോൺസേഡ് പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ടെങ്കിൽ മതരംഗത്ത് നമ്മളെ ചൂഷണം ചെയ്യുന്ന, ദലാലത്തിലേക്ക് കൊണ്ടുപോകുന്ന ആളുകളെ നമുക്ക് കാണാം. വല്ലാത്തൊരു അത്ഭുതമാണത്, വല്ലാത്തൊരു അത്ഭുതം. എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഹദീസുകളുണ്ട്, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ചില ഹദീസുകളുണ്ട്. എന്താ ഹദീസുകൾ? മരണപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ ദാനധർമ്മം ചെയ്യട്ടെ എന്ന് സ്വഹാബികൾ വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ച ചില രംഗങ്ങൾ. അൻ ആയിഷ റളിയല്ലാഹു അൻഹാ അന്ന റജുലൻ ഖാല ലിനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവിയിൽ നിന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യാം. ഇമാം മുസ്ലിം മാത്രമല്ല, പല മുഹദ്ദിസുകളും ഈ രൂപത്തിലുള്ള ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തു. എന്താ ആ മനുഷ്യൻ ചോദിക്കുന്നത്? ഇന്ന ഉമ്മയ ഇഫ്തുലിത്തത് നഫ്സുഹ, എൻ്റെ ഉമ്മ നാശമടഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ അവന്റെ ഉമ്മ മരണപ്പെട്ടു പോയി. വ ഇന്നി അളുന്നുഹ ലൗ തകല്ലംത തസദ്ദഖ്ത്, എൻ്റെ ഉമ്മ സംസാരിക്കായിരുന്നെങ്കിൽ അവരെന്നോട് സ്വതക്ക കൊടുക്കാൻ പറയുമായിരുന്നു. അതുകൊണ്ട് റസൂലെ, ഞാൻ അവർക്ക് വേണ്ടി സ്വതക്ക കൊടുത്തോട്ടെ ചോദിക്കാണ്. അപ്പൊ റസൂൽ പറയാ, നഅം, അതെ, കൊടുത്തു. ഇങ്ങനെ ഹദീസ് കാണാം. ഒരു മനുഷ്യന് മരണപ്പെട്ടാൽ ആ മനുഷ്യന്റെ ഏറ്റവും അടുത്ത ബന്ധു അയാൾക്ക് വേണ്ടി ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിനെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഏതെങ്കിലും പുരോഹിതൻ ഈ കാലമത്രയും ഈ സമുദായത്തിന് ഇങ്ങനെ ഒരു ദാനധർമ്മത്തെ പറ്റിയിട്ട് പഠിപ്പിച്ചില്ല എന്ന് മാത്രമല്ല, ഈ ഹദീസ് ഉപയോഗിച്ചിട്ട് നാട്ടിൽ അടിയന്തരം കഴിക്കാനും കണ്ണോക്ക് കഴിക്കാനും ആണ്ട് കഴിക്കാനുമുള്ള പദ്ധതി അവരിങ്ങനെ ആളുകളെ പഠിപ്പിക്കുക ചെയ്ത് അതിൻ്റെ പ്രോപ്പഗണ്ടകളാണ് നടന്നത്, അതിൻ്റെ സ്പോൺസേഡ് പ്രോഗ്രാമുകൾ. നമ്മൾ ആലോചിക്കണേ, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. അള്ളാഹുവിൻ്റെ റസൂൽ നമ്മൾ മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി, ബന്ധുമിത്രാദികൾക്ക് വേണ്ടി ചെയ്യാൻ പ്രതിഫലം ലഭിക്കുന്ന കർമ്മം പഠിപ്പിച്ചു. എന്താ? സ്വതക്ക കൊടുക്കുക. എൻ്റെ ഉമ്മ മരിച്ചാല്, എൻ്റെ വാപ്പ മരിച്ചാല് എൻ്റെ കയ്യിലുള്ള പണം ഉപയോഗിച്ചിട്ട് അവർക്ക് വേണ്ടി ഞാൻ സ്വതക്ക ചെയ്യാം. എന്തൊക്കെ സ്വതക്ക ചെയ്യാം? എനിക്ക് അള്ളാഹിന്റെ മാർഗത്തിൽ ഒരു പള്ളി നിർമ്മാണത്തിന് സ്വതക്ക ചെയ്യാം. ആർക്ക് വേണ്ടി? എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട്. അള്ളാഹുവിന്റെ മാർഗത്തിൽ മദ്രസ നിർമ്മാണത്തിന് സദഖ ചെയ്യാം. മനുഷ്യന്മാർക്ക് കുടിവെള്ളത്തിന്റെ പദ്ധതികളുള്ള സ്ഥലങ്ങളിൽ എനിക്ക് സദഖ ചെയ്യാം. അതുപോലെ തന്നെ പാവപ്പെട്ട രോഗികളായിട്ടുള്ള, നിർധനരായിട്ടുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് വേണ്ടുന്ന സാമ്പത്തിക സഹായങ്ങൾ ചെയ്യാം, അവരുടെ ഉപജീവനത്തിന് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യാം. അങ്ങനെ ഞാൻ എൻ്റെ മാതാപിതാക്കൾക്ക്, മരണപ്പെട്ട മാതാപിതാക്കൾക്ക് സ്വതഖ ചെയ്യുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യാക്കി. ആ ഹദീസിനെ ദുർവ്യാഖ്യാനിച്ചിട്ട് മൂന്നിൻ്റെ അന്ന് ഞാൻ ഭക്ഷണമൊരുക്കി ആളുകളെ മുഴുവൻ ക്ഷണിച്ച് വിരുന്ന് നടത്തുന്ന സമ്പ്രദായം സ്വതക്കയ്ക്ക് ചേർത്തിട്ട് ആ സമ്പ്രദായം മാത്രം നാട്ടിൽ നടക്കാം. അത് നടക്കാം നാട്ടിൽ. ആലോചിക്കുക, ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചിട്ട് ഇമാം നബവി പറഞ്ഞു, ഷാഫിഈ മദ്ഹബിലെ മഹാപണ്ഡിതനായിട്ടുള്ള ഇമാം നബവി പറഞ്ഞു,
വഫി ഹാദൽ ഹദീസ് ജവാസു സ്വദഖതി അനിൽ മയ്യത്തി വസ്തിഹ്ബാബുഹ. ഈ ഹദീസിലുണ്ട് മയ്യത്തിനു വേണ്ടി ദാനധർമ്മങ്ങൾ ചെയ്താൽ അതിന്റെ പ്രതിഫലവും അതിന്റെ ഗുണവും മയ്യത്തിന് ലഭിക്കും എന്ന് ഈ ഹദീസിൽ കാണാം. വ അന്ന സവാബഹ യസ്ലുഹു വയംഫഉഹു. ഈ ദാനധർമ്മത്തിന്റെ പ്രതിഫലം, അതിന്റെ സവാബ് അത് ആർക്കെത്തും? മയ്യത്തിലേക്ക് എത്തിച്ചേരുകയും മയ്യത്തിന് ഉപകാരമുണ്ടാവുകയും ചെയ്യും. വയംഫഉൽ മുതസദ്ദിഖു അയ്ളൻ. അതുപോലെ തന്നെ ദാനധർമ്മം ചെയ്തോൽക്കും അതിന്റെ പേരിൽ പുണ്യമുണ്ടാകും. വഹാദാ കുല്ലുഹു അജ്മഅ അലൈഹിൽ മുസ്ലിമീൻ. ഇത് മുസ്ലിമീങ്ങൾക്കിടയിൽ ഇജ്മാ ഉള്ള കാര്യമാണ്. ഇതിൽ എതിരഭിപ്രായമില്ല. ആരാ പറഞ്ഞു? ഇമാം നബവി പറഞ്ഞു. ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് ഇമാം നബവി പറയാ ഈ ഹദീസിലുണ്ട് മുസ്ലിമീങ്ങളായിട്ടുള്ള ആളുകൾ അവരുടെ ബന്ധുമിത്രാദികൾ മരിച്ചാൽ അവർക്ക് വേണ്ടി സ്വതക്ക കൊടുത്തു കഴിഞ്ഞാൽ ആ സ്വതക്കയുടെ പ്രതിഫലം മരിച്ചവർക്ക് കിട്ടും. ആ സ്വതക്കയുടെ ഉപകാരം മരിച്ചുപോയവർക്കും കിട്ടും, ദാനം ചെയ്തവനും കിട്ടും. ഇത് മുസ്ലിമീങ്ങൾക്കിടയിൽ എന്താ? അജ്മഅ അലൈഹിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ ഇത് അംഗീകരിക്കപ്പെട്ട ഇജ്മാ ഉള്ള യോജിച്ച ഏകോപിച്ച കാര്യമാണെന്ന് ഇമാം നബവി പറയുന്നു. ഈ വ്യാഖ്യാനം കൊണ്ടുവരും, ഈ ഹദീസ് കൊണ്ടുവരും. എന്തിനാ? അടിയന്തരം നടത്താൻ, കണ്ണൂക്ക് നടത്താൻ, ആണ്ട് നടത്താൻ, മയ്യത്തിന്റെ മേൽ ഈ പരിപാടി നടത്താൻ ഈ ഹദീസും കൊണ്ടുവരും. ഇമാം നബവിന്റെ ഈ ശർഹും കൊണ്ടുവരും. നോക്കുക, അതേ ഇമാം നബവി പറയുന്നു. ഖാലൻ നബവി, ഇമാം നബവി പറയാ, അമ്മ ഇസ്ലാഹു അഹ്ലിൽ മയ്യത്തി തുആമൻ. മയ്യത്തിന്റെ ആളുകൾ മയ്യത്തിന്റെ മേൽ അല്ലെങ്കിൽ മയ്യത്തിന്റെ പേരിൽ അവർ ഭക്ഷണം ഉണ്ടാക്കുകയും വജംഉന്നാസു അലൈഹി, എന്നിട്ട് ജനങ്ങളെല്ലാം ആ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുകയും ചെയ്യുന്ന ഏർപ്പാടുണ്ടല്ലോ. ഫലം യുൻഖൽ ഫീഹി ശൈഉൻ, ഒരാളിൽ നിന്നും ഒന്നിലും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. വഹുവ ബിദ്അത്തുൻ, അത് ബിദ്അത്താണ്. ഗൈറു മുസ്തഹബ്ബിൻ, അത് വെറുക്കപ്പെട്ട കാര്യമാണ്, മുസ്തഹബല്ലാത്ത കാര്യമാണ്, അനബലഷണീയമായിട്ടുള്ള കാര്യമാണ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് എന്ന് ഇമാം നവവി റൗളത്തു ത്വാലിബീന്റെ 2ാം വോള്യത്തിലെ 145-ാമത്തെ പേജിൽ എഴുതി വെച്ചു. അപ്പൊ സ്വതക്ക കൊടുക്കലൊന്ന് വേറെ, ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ആളുകളെ ക്ഷണിച്ച് ഭക്ഷണം വിരുന്നു കൊടുക്കലൊന്ന് വേറെ. വിരുന്നു കൊടുക്കൽ ബിദ്അത്ത്, സ്വതക്ക കൊടുക്കൽ സുന്നത്ത്. പൗരോഹിത്യം പഠിപ്പിച്ചോ? ഇന്നും നമ്മുടെ നാട്ടിൽ നടക്കുന്ന പരിപാടി എന്താ? ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നടക്കുന്ന പരിപാടി എന്താ? ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അവിടെ ഭക്ഷണം വെക്കാനേ പാടില്ല. മയ്യത്തിന്റെ ആളുകൾ, അഹ്ലുൽ മയ്യത്ത്, അന്നത്തെ ദിവസം അവർ ഭക്ഷണം തന്നെ വെക്കരുത്. അവർക്ക് ആരാ ഭക്ഷണം കൊടുക്കേണ്ടത്? 3 ദിവസം അയൽവാസികൾ ഭക്ഷണം ഉണ്ടാക്കി അവരെ തീറ്റിക്കണം. അതാ ഇസ്ലാമിന്റെ കൾച്ചർ. നമ്മളെ അടുത്ത് മുസ്ലിങ്ങളുണ്ടല്ലോ, മുസ്ലിം വീട്ടുകാരുണ്ടല്ലോ, അയൽവാസികൾ. അവിടെ ആരെങ്കിലും മരണപ്പെട്ട അവിടെ പോയി തിരിച്ചു പോരല പണിയല്ല നമുക്കുള്ളത്. മറിച്ച് അവരുടെ കാലത്തെയും ഉച്ചവും രാത്രിയും ഭക്ഷണം നമ്മുടെ വീട്ടിൽ ഒരുക്കിയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് അവരെ തീറ്റിക്കണം. ഇത് മുസ്ലിമിന്റെ ബാധ്യതയാ. ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ എന്ന് പറഞ്ഞ 6 മാത്രമല്ല മുസ്ലിങ്ങൾ ചെയ്യേണ്ടത്. ഈ പണിയൊക്കെ മുസ്ലിങ്ങളെ ബാധ്യതയിൽ പെട്ടതാ. നമ്മളത് ചെയ്യില്ല. ആലോചിച്ച് 3 ദിവസം വരെ നമ്മളത് കൊണ്ടുകൊടുത്തോണ്ടിരിക്കണം. പിന്നല്ലെങ്കിൽ അവർ പറയണം, വേണ്ട, ഞങ്ങളിവിടെ ഉണ്ടാക്കിക്കോളാം, നിങ്ങൾ ബുദ്ധിമുട്ടണ്ട. അവർക്ക് തിന്നാനുള്ളത് മാത്രാണ് അവരുണ്ടാക്കേണ്ടുള്ളൂ. മരിച്ച വീട്ടുകാര്, മയ്യത്തിന്റെ വീട്ടുകാര്, സ്വഹാബത്തുണ്ടല്ലോ, മരിച്ച വീട് സന്ദർശിക്കുമ്പോ അവിടെ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കൂല. എന്തുകൊണ്ടാ? ഇതിൽ വരുമോന്ന് പേടിച്ചിട്ട്. മയ്യത്തിന്റെ ആളുകൾ ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ളത് വലിയ തെറ്റിൽപ്പെട്ടതാണ്. അതിൽ വരുമോന്ന് പേടിച്ചിട്ട്. എന്നിട്ട് നിങ്ങൾ ആലോചിക്കുക, ഇമാം നബവിന്റെ ശറഹ് വായിക്കുക. സ്വതക്ക കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇമാം നബവി. മരണപ്പെട്ടവർക്ക് സ്വതക്ക കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മരണപ്പെട്ടവർക്കുള്ള സ്വതക്കയാണ് ഞങ്ങൾ ഈ ബിരിയാണി വെച്ചിട്ട് ആൾക്കാരെ വിളിച്ചു കൊടുക്കുന്നത്. രണ്ടാണ് കൂട്ടരെ, രണ്ടാണ്. സ്വതക്ക കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് വേറെ, വിരുന്ന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. സ്വതക്ക കൊടുക്കണം. ഈ രാജ്യത്തുള്ള കുറേ പാവങ്ങൾ, പട്ടിണി പാവങ്ങൾക്ക് എൻ്റെ ഉമ്മാം വാപ്പം മരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അരി വാങ്ങിച്ചു കൊടുത്തോ, അവർക്ക് അരി വാങ്ങാനുള്ള പൈസ കൊണ്ടു കൊടുത്തോ, അല്ലെങ്കിൽ അവർക്ക് ഉപജീവന മാർഗത്തിന് എന്തെങ്കിലും തൊഴിലുണ്ടാക്കി കൊടുക്കാൻ പറ്റുമെങ്കിൽ എൻ്റെ ഉമ്മാക്കും വാപ്പക്കും സദക്കായിട്ട് കൊടുത്തോ.
അതിന് പ്രതിഫലം കിട്ടും. അല്ലാണ്ട് ഞാൻ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ആളുകളെ വിരുന്ന് വിളിക്കുകയും ആളുകൾ എൻ്റെ വാപ്പ മരിച്ചതിൻ്റെ പേരിൽ, എൻ്റെ ഉമ്മ മരിച്ചതിൻ്റെ പേരിൽ ഞാൻ ഒരുക്കിയ വിരുന്നിൽ വന്ന് ഭക്ഷണം കഴിക്കുന്ന ഏർപ്പാടുണ്ടല്ലോ, ഫഹുവ ബിദ്അത്തുൻ, അത് ബിദ്അത്താണ്, ഗൈറു മുസ്തഹബ്ബിൻ, അത് അനഫലശനീയമായ കാര്യമാണ്, വൃത്തികെട്ട ഏർപ്പാടാണെന്ന് ഇമാം നബവി പറഞ്ഞത്. എന്നിട്ട് ആളുകളെ ളലാലത്തിൽ വട്ടം ചുറ്റിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ആളുകളെ ളലാലത്തിൽ ഇന്നും നമ്മുടെ നാട്ടിൽ കാര്യമായിട്ട് നടക്കുന്ന പണി ഏതാ? മയ്യത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യമായിട്ട് നടക്കുന്ന പണി ഇപ്പോഴെന്താ? വിരുന്നുകളാ. അതുകൊണ്ട് വിശ്വാസികളെ, അത്തരം തെറ്റായ കാര്യങ്ങൾ അതിനോട് പിന്നെ രാജിയാകാൻ, ചേർന്ന് നിൽക്കാൻ വിശ്വാസികൾക്ക് പറ്റില്ല. അത്തരം ഫംഗ്ഷനിൽ നമ്മളെ വിളിച്ചാൽ എന്ത് ചെയ്യണം? പോകരുത്. അത്തരം ഏർപ്പാടുകളിൽ നമ്മളെ വിളിച്ചാൽ പോകരുത്. വിളിക്കുന്നവരോട് പറയണം, ഈ ചെലവാക്കുന്ന ആയിരക്കണക്കിന് രൂപ നേരെ ചൊവ്വ ചെലവാക്കിയിരുന്നെങ്കിൽ എൻ്റെ വാപ്പാക്കുമ്മാക്ക് ഉപകാരപ്പെട്ടണ്ടേ, അതിൻ്റെ സവാബ് അവർക്ക് കിട്ടിയേണ്ടേ, അതിൻ്റെ പിന്നെ നഫ അവർക്ക് പിന്നെ കിട്ടിയേനെ, ഉപകാരം അവർക്ക് കിട്ടിയേനെ എന്ന് പറഞ്ഞു കൊടുക്കണം നമ്മൾ. അല്ലാതെ ഇതിനെ അനുകൂലിക്കാൻ പാടില്ല. ഇത്തരം മോശപ്പെട്ട ഏർപ്പാടുകളെ എതിർക്കണം. വിശുദ്ധ ഖുർആൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഖുർആൻ മനുഷ്യരെ ശിക്ഷിച്ച കഥ പറയുമ്പോ പാപം ചെയ്തു, മഹാപാപം ചെയ്തു എന്നതുകൊണ്ട് ശിക്ഷിച്ചു എന്ന് മാത്രമല്ല ഖുർആൻ സംസാരിച്ചിട്ടുള്ളത്. ഖുർആൻ സംസാരിച്ചിട്ടുള്ള സംസാരത്തിൽ നിങ്ങൾക്ക് കാണാം, പാപം ചെയ്യുന്നവരെ തടഞ്ഞില്ല, പാപം ചെയ്യുന്നവരെ, തെമ്മാടിത്തം ചെയ്യുന്നവരെ തടഞ്ഞില്ല, ഇസ്ലാഹ് നടത്തിയില്ല. നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ ഇസ്ലാഹ് നടത്തിയില്ല. ആ ഇസ്ലാഹ് നടത്തിയില്ല എന്നതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സമൂഹങ്ങളെ ശിക്ഷിച്ചു. അല്ലാഹ് ബാത്തിലാക്കിയ, അല്ലാഹു ഹറാമാക്കിയ കാര്യങ്ങൾ നാട്ടിൽ നടക്കുമ്പോൾ എന്തൊക്കെയോ കാരണങ്ങൾ പറഞ്ഞിട്ട് അതിനെ എതിർക്കാതിരിക്കാം. പല റീസൺസ് ഉണ്ടാവും, നമുക്ക് പല റീസൺസ് ഉണ്ടാവും. പിന്നെ ഐക്യം തകരണ്ട. ചില ആളുകൾ എങ്ങനെ മുസ്ലിം സൊസൈറ്റിയിൽ നടക്കുന്ന തെമ്മാടിത്തങ്ങൾ നിങ്ങൾ ആലോചിക്കുക. എത്ര മനുഷ്യരാണ്, എത്ര മക്കളാണ് മരിച്ച വാപ്പക്കുമ്മക്കും വേണ്ടി ഈ പണം ചെലവാക്കിയിട്ട് അതിന്റെ സവാബ് ഈ മാതാപിതാക്കൾക്ക് കിട്ടിയില്ല എന്ന് മാത്രമല്ല, ഒരു ബിദ്അത്ത് ചെയ്ത പാപിയായിട്ട് അവൻ മാറി. പറഞ്ഞു കൊടുക്കണ്ടേ? ആ പാവപ്പെട്ട മക്കൾക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? അത് ഐക്യം തകരുമെന്ന് പറഞ്ഞിട്ട് നിശബ്ദത പാലിക്കാൻ പറ്റുമോ? മുസ്ലിം സൊസൈറ്റിയിൽ തർക്കമുണ്ടാകും. മുസ്ലിങ്ങൾ പരസ്പരം ചേർന്ന് നിൽക്കേണ്ട, അണിനിൽക്കേണ്ട ഈ സമയത്ത് ഇത്തരം സബ്ജക്റ്റുകൾ സംസാരിക്കരുത് എന്ന് പറഞ്ഞാൽ എന്ത് ക്രൂരതയാണ് ഇത്! പറഞ്ഞിട്ട് ചേർന്ന് നിൽക്കാൻ പറ്റൂലേ മുസ്ലിങ്ങൾക്ക്? അല്ലാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ നിഷിദ്ധമാണ് എന്ന് എവിടെന്നെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ ഐക്യപ്പെടാൻ പറ്റില്ലേ? അങ്ങനത്തെ ഒരു ഐക്യമേ ഇസ്ലാമിന് വേണ്ട, മുസ്ലിങ്ങൾക്ക് വേണ്ട. ഐക്യം വേണമെങ്കിൽ ഇതുകൂടി പറയാനുള്ള അവസരം കൂടി നമ്മുടെ സൊസൈറ്റിയിൽ പറയണം. എത്ര ആളുകളാണ് ഇപ്പോഴും ഈ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ പറഞ്ഞ അടിയന്തരം കഴിക്കൽ എത്ര ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ട്, ആ ലക്ഷങ്ങൾ കൊണ്ട് വാപ്പക്കൊരു മദ്രസ വാപ്പന്റെ പേരിൽ പണിതിരുന്നെങ്കിൽ, ഉമ്മക്ക് വേണ്ടിയിട്ട് ഒരു പള്ളിക്ക് എന്തെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ, ഏതെങ്കിലും പാവപ്പെട്ട മനുഷ്യന് ഒരു ഉപജീവന മാർഗം കൊടുത്തിരുന്നെങ്കിൽ, ഏതെങ്കിലും സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി ആ പണം ചെലവഴിച്ചിരുന്നെങ്കിൽ ആ മരിച്ച ഉമ്മന്റെ ഖബറിലേക്ക് അതെത്തും, മരിച്ച ഉമ്മക്ക് അത് ഉപകാരപ്പെടും, അത് ചെയ്ത മക്കൾക്ക് അതിന്റെ പ്രതിഫലം ലഭിക്കും. ഇതൊക്കെ ബാത്തിലാക്കി കളഞ്ഞു. ഈ അടിയന്തരം പോലത്തെ, കണ്ണോക്ക് പോലത്തെ, ആണ്ട് പോലത്തെ ഈ വൃത്തികെട്ട ഏർപ്പാട്, ബിദ്അത്തായിട്ടുള്ള, ഗൈറു മുസ്തഹബായിട്ടുള്ള ആ വൃത്തികെട്ട ഏർപ്പാട് എല്ലാം ബാത്തിലാക്കി, എല്ലാം ബാത്തിലാക്കി. ഇതിനൊക്കെ സെലിബ്രേറ്റ് ചെയ്യാണ്, ആഘോഷത്തിന്റെ രസത്തില്. അത് ഞാൻ പറഞ്ഞു, ഖുർആൻ ഉണ്ടല്ലോ, ഖുർആൻ നിങ്ങൾ പരിശോധിച്ചോ. സൂറത്ത് ഹൂദ് അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഫലൗലാ കാന മിനൽ ഖുറൂനി മിൻ ഖബ്ലികും ഉലുൽ ബഖിയ യൻഹൗന അനിൽ ഫസാദി ഫിൽ അർദ്. അല്ലാഹു ചോദിക്കാം, അപ്പോൾ നിങ്ങൾക്ക് മുൻപുള്ള തലമുറകളിൽ നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്നതിൽ നിന്ന് വിലക്കുന്ന ആളുകൾ ഉത്തമരായ ശേഷിപ്പുകാർ എന്തുകൊണ്ടുണ്ടായില്ല? അല്ലാഹു ചോദിക്കാണ്, എന്തുകൊണ്ടുണ്ടായില്ല? ആര്? നാട്ടിൽ ജനങ്ങൾ ഫസാദ് ഉണ്ടാക്കുമ്പോ അതിനെ വിലക്കുന്ന ആളുകൾ എന്തുകൊണ്ട് നിങ്ങളിൽ നിന്നുണ്ടായില്ല?
അള്ളാന്റെ ചോദ്യ വിലക്കുന്നവർ വേണം. ആര്? ഉലുൽ ബഖിയ്യത്തിൻ യൻഹൗന അനിൽ ഫസാദി ഫിൽ അർള്. ഭൂമിയിൽ ജനങ്ങൾ കുഴപ്പങ്ങൾ ഉണ്ടാക്കുമ്പോ ആ കുഴപ്പങ്ങളെ വിലക്കുന്ന, ഹക്കും ബാത്തിലും വേർപ്പെടുത്തി കൊടുക്കുന്ന, അതുപോലെ തന്നെ ഹറാമും ഹലാലും പഠിപ്പിക്കുന്ന ആളുകൾ അവർ എന്തുകൊണ്ടുണ്ടായില്ല? അവരില്ലാത്തത് കൊണ്ടാണ് അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങിയത്. ബനൂ ഇസ്രായേലിനെ പറ്റി പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ലൗലാ യൻഹാഹുമുർ റബ്ബാനിയൂന വൽ അഹ്ബാർ അൻ ഖൗലിഹിമിൽ ഇസ്മ വഅഖ്ലിഹിമുസ് സുഹത്ത്. ആ ബനൂ ഇസ്രായേലർ മോശമായ വാക്കുകൾ പറയുമ്പോൾ, അവർ ഹറാം തിന്നുമ്പോൾ എന്തുകൊണ്ടാണ് അവരിലെ റബ്ബാനിയുകൾ, അവരിലെ അഹ്ബാറുകൾ, അവരിലെ പുണ്യപുരുഷന്മാർ, അവരിലെ പണ്ഡിതന്മാർ, അവർ എന്തുകൊണ്ട് അവരെ എതിർത്തില്ല? അവരെ ചോദ്യം ചെയ്തില്ല, അവരെ തടഞ്ഞില്ല. ലബിഅ്സമാ കാനൂ യസ്നഊൻ. അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് വളരെ ചീത്ത തന്നെ എന്ന് വിശുദ്ധ ഖുർആൻ പറയാ. അപ്പൊ ഈമാനും ഇൽമുള്ളവരുടെ ബാധ്യത എന്താ? ഒരു കാര്യം തെറ്റാണ് എന്ന് മനസ്സിലാക്കിയവന്റെ ബാധ്യത എന്താ? ആ കാര്യം നടക്കുമ്പോ അതിനെ എതിർക്കുന്നവരുടെ പക്ഷത്ത് അവനുണ്ടാവണം. അവനിങ്ങനെ നിശബ്ദനായിട്ടിരിക്കാനുള്ളവനല്ല. ഖുർആന്റെ ആയത്തും ഹദീസൊക്കെ കൊണ്ടെന്ന് നാട്ടിൽ തെമ്മാടിത്തങ്ങളെ ന്യായീകരിക്കുമ്പോ ആ ന്യായീകരണത്തിന് എതിരെ സംസാരിക്കേണ്ടവനാണ്. അങ്ങനെ സംസാരിച്ചിട്ടില്ലെങ്കിലോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി ലതഅമുറുന്ന ബിൽ മഅറൂഫ് വലതൻഹൗന അനിൽ മുൻകർ. നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും തന്നെ വേണം. എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനാണ് സത്യമിട്ട് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. എന്താ അറിയിക്കുന്നത്? ഔലയൂഷിക്കന്നല്ലാഹു അയ്യബ്അസ അലൈക്കും ഇഖാബൻ മിൻഹു. അള്ളാഹു അവന്റെ ഭാഗത്ത് നിന്ന് ഒരു ശിക്ഷ നിങ്ങൾക്ക് മേലെ ഇറക്കിയേക്കാം. സുമ്മ തദ്ഉനഹു ഫലാ യുസ്തജാബു ലക്കും. പിന്നെ ആ ശിക്ഷ ഇറങ്ങുമ്പോ പടച്ചോനെ രക്ഷിക്കണേ, പടച്ചോനെ കാത്തോളണേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. അവൻ അതിന് ഉത്തരം ചെയ്യാൻ പോണില്ല. അള്ളാന്റെ ശിക്ഷ ഇറങ്ങിയാൽ പിന്നെ ഉത്തരം കിട്ടാൻ പോണില്ല. അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കും. എന്തുകൊണ്ട്? നാട്ടിൽ അള്ളാഹ് ഹറാമാക്കിയത് നടക്കണ കണ്ടിട്ട്, ബാത്തിലായ കാര്യങ്ങൾ നടക്കണ കണ്ടിട്ട് മിണ്ടാതെ ഇരുന്നാൽ, എതിർക്കാതെ ഇരുന്നാൽ, അതിനെതിരെ പോരാടാതെ ഇരുന്നാൽ, ഇസ്ലാഹ് നടത്താതെ ഇരുന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് മേൽ ശിക്ഷ ഇറക്കിയേക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുക. നമ്മുടെ ജീവിതത്തിന്റെ ഒരു ദൗത്യാണിത് സഹോദരങ്ങളെ. നമ്മളെ ജീവിതത്തിന്റെ ഒരു ദൗത്യാണ്. മതമേഖലയിലായാലും മതേതര മേഖലയിലായാലും ജനങ്ങളെ ളലാലത്തിലേക്കാക്കുന്ന ഏർപ്പാട് കണ്ടാൽ ഉറക്കെ ശബ്ദിക്കണം, എതിർക്കണം. അതിന്റെ പേരിൽ നാട്ടിൽ എന്ത് നടന്നാലും ശരി, നാട്ടിൽ എന്ത് പ്രശ്നമുണ്ടായാലും ശരി, ജനങ്ങളെ, മനുഷ്യരെ വഴിപഴപ്പിക്കുന്ന ഏർപ്പാടുകൾക്കെതിരെ ശക്തമായി സംസാരിക്കണം. അങ്ങനെ സംസാരിക്കുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബാധ്യതയാക്കിയതാണ്. ആ ബാധ്യത നമ്മൾ നിർവഹിക്കുക, ആ ബാധ്യത നിർവഹിക്കുന്നവരെ നമ്മൾ സഹായിക്കുക. രണ്ടും നമ്മുടെ മേൽ ബാധ്യതയുള്ളതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അത്തരം ബാധ്യതകൾ നിർവഹിക്കാനും അത്തരം ബാധ്യതകൾ നിർവഹിക്കുന്നവരെ സഹായിക്കാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി വസ്സലാത്തു വസ്സലാമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനൽ ഹബീബി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നൊരിക്കൽ കൂടി അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട പിരിവുകൾ, സദഖകൾ, ഹദിയകൾ സ്വീകരിച്ചുകൊണ്ടാണ് ഇതിൻ്റെ ഒട്ടുമുക്ക പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. പള്ളി പരിപാലനത്തിന് മാത്രമായിട്ടല്ല, മറിച്ച് റിലീഫ് പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ നമ്മൾ സൂചിപ്പിച്ച ഇസ്ലാഹി പ്രവർത്തനങ്ങൾക്കും, നാട്ടിലെ തിന്മകളെ എതിർക്കുന്ന, തിന്മകൾ വ്യാപിക്കുന്ന അവസരങ്ങളിൽ
അതിനെതിരെ ശക്തമായ പ്രബോധനവും പ്രചരണവും നടത്തുന്ന പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ മദ്രസ പോലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ദീനീ സംരംഭങ്ങൾക്കൊക്കെ ചേർന്നാണ് ഇവിടെ നിങ്ങളിൽ നിന്ന് സ്വതക്ക സ്വീകരിക്കുന്നത്, ഹദിയ സ്വീകരിക്കുന്നത്. നിങ്ങൾ പള്ളിയിൽ വ്യക്തിപരമായി കൊടുക്കുന്നതോ ബക്കറ്റിലിട്ട് കൊടുക്കുന്നതോ ആയിട്ടുള്ള ആ സ്വതക്കകൾ കേവലം പള്ളിയുടെ ഒരു പരിപാലനത്തിൽ ഒതുങ്ങി നിൽക്കുന്നില്ല. മറിച്ച് ഇതുപോലെ വിശാലമായ ഇസ്ലാമികമായ എല്ലാ മേഖലകളിലേക്കും അത് ഉപയോഗപ്പെടുത്താം. ഞാൻ പറയുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അള്ളാഹു ബാത്തിലാക്കിയ കാര്യങ്ങൾ എതിർക്കുന്ന സംരംഭങ്ങൾ, അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ എതിർക്കുന്ന സംരംഭങ്ങൾ. നമ്മുടെ സാമ്പത്തിക സോഴ്സിൽ നിന്ന് അത്തരം റബ്ബ് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ, റബ്ബ് മതമാക്കാത്ത കാര്യം മതമായി ആചരിക്കുക, റബ്ബ് പഠിപ്പിച്ചിട്ടുള്ള ശരിയായ റൂട്ടിൽ നിന്ന് വിശ്വാസത്തെയും കർമ്മത്തെയും അടർത്തിക്കൊണ്ടുപോയി വ്യതിയാനത്തിൻ്റെ റൂട്ടിലേക്ക് നടത്തുക. ഇത്തരം ഏർപ്പാടുകൾക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന പ്രഗത്ഭമായ സംരംഭങ്ങൾ, അതിന് നമ്മുടെ കീശയിൽ നിന്ന്, നമ്മുടെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു വിഹിതം എപ്പോഴും അതിന് നൽകിക്കൊണ്ടിരിക്കണം. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇവിടെ നമ്മൾ സ്വീകരിക്കുന്ന ധനത്തിൻ്റെ ഒരു വിഹിതം അത്തരം സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി, സൽക്കർമ്മങ്ങളുടെ പ്രചാരണങ്ങൾക്ക് വേണ്ടി, ദുഷ്കർമ്മങ്ങളുടെ പ്രബോധനത്തെയും പ്രചരണത്തെയും തടുക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ സദഖകളും ഹദിയകളും അതുകൊണ്ട് തന്നെ കൂടുതൽ നല്ല രൂപത്തിൽ, നല്ല നെയ്യത്തിൽ ഈ പറഞ്ഞ എല്ലാ സൽക്കർമ്മങ്ങൾക്കും എന്ന നെയ്യത്തോടു കൂടിയായിരിക്കണം നിങ്ങളുടെ സദഖകൾ നിങ്ങൾ നൽകേണ്ടത്. അത് കൃത്യമായി നൽകാനും പരമാവധി നൽകാനുമുള്ള ശ്രദ്ധ നിങ്ങളുടെ ചിന്തയിലും നിങ്ങളുടെ ശ്രദ്ധയിലും ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്താണ്. കാരണം ഞാൻ സൂചിപ്പിച്ചു, ഇപ്പോൾ ഞാൻ പറഞ്ഞതിൽ അടിയന്തരത്തെ ഞാൻ എടുത്തു പറഞ്ഞത്, ആരെങ്കിലും നമ്മുടെ നാട്ടിൽ അടിയന്തരത്തിന് വേണ്ടി 10,000-കണക്കിന് രൂപ ചെലവാക്കുമ്പോൾ തൻ്റെ വാപ്പക്കും ഉമ്മക്കും പ്രതിഫലം കിട്ടണമെന്ന് ആഗ്രഹിക്കാതെ ഒരാളത് ചെയ്യുന്നില്ല. എല്ലാ മക്കളും ഈ അടിയന്തരം കഴിക്കലും കണ്ണോക്ക് കഴിക്കലും 7-ൻ്റെയും 3-ൻ്റെയും ഒക്കെ കഴിക്കൽ, അല്ലെങ്കിൽ ആണ്ട് കഴിക്കലൊക്കെ വാപ്പക്കും ഉമ്മക്കും പ്രതിഫലം കിട്ടും എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ്. അതാണ് ഇമാം നബവി പറഞ്ഞത്, വഹുവ ബിദ്അത്തുൻ, അത് ബിദ്അത്താണ്, ഗൈറ മുസ്തഹബ്ബിൻ, അത് പിന്നെ ഇഷ്ടപ്പെടാത്ത പ്രവൃത്തിയാണ്, അനഭിലഷണീയമായിട്ടുള്ള പ്രവൃത്തിയാണ്, ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തിയാണ് എന്ന് ഇമാം നബവി സൂചിപ്പിച്ചത്. അതേ ഇമാം നബവി തന്നെ പറഞ്ഞു എന്ത്, മയ്യത്തിന് വേണ്ടി സ്വതക്ക ചെയ്യുക എന്നത് സവാബുള്ളതാണ്, പ്രതിഫലമുള്ളതാണ്, നഫ്ഉള്ളതാണ്, ഉപകാരമുള്ളതാണ് പറഞ്ഞു. അപ്പോൾ രണ്ടും രണ്ടാണ്. വിരുന്ന് വെക്കലും സ്വതക്ക കൊടുക്കലും രണ്ടും രണ്ടാണ്. അങ്ങനെയാണ് ഇമാം നബവി പോലും കണ്ടത്. അതുകൊണ്ട് വിശ്വാസികളെ, നമ്മൾ ഇത്തരം അനാചാരങ്ങളെ എതിർക്കുകയും അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്താൽ ഈ മനുഷ്യന്മാരൊക്കെ ഈ വേണ്ടാവൃത്തിയിലൂടെ മാതാപിതാക്കൾക്ക് പ്രതിഫലം കിട്ടാൻ വേണ്ടി ചെലവഴിക്കുന്ന പണം നേരായ മാർഗത്തിൽ അവർക്ക് ചെലവഴിക്കാൻ പറ്റും. അപ്പോൾ അവരുടെ മാതാപിതാക്കൾക്ക് പ്രതിഫലം കിട്ടും, മുത്തസദ്ദിഖായിട്ടുള്ള ദാനധർമ്മം ചെയ്തിട്ടുള്ള ഇവർക്കും പ്രതിഫലം കിട്ടും, ഇവരുടെ എല്ലാ ഹാജാത്തുകളും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തിന്മയെ എതിർക്കുക എന്നത് മനുഷ്യർക്ക് ഏറ്റവും ഉപകാരപ്പെട്ട പണിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത്തരം പണിയിൽ നമ്മൾ വ്യാപൃതരാകുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് അത്തരം സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും പാപങ്ങളും ഒന്നൊഴിയാതെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഇന്നോളം നമ്മുടെ ജീവിതത്തിൽ പറ്റിയിട്ടുള്ള എല്ലാ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല മഹത്തായ ഈ ദിവസത്തിൻ്റെ ഈ കൂടിച്ചേരലിൻ്റെ ബർക്കത്ത് കൊണ്ട് നമുക്കെല്ലാം പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല അവനിഷ്ടപ്പെടുന്ന ദാസന്മാരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും സംഭവിക്കാനിരിക്കുന്ന തെറ്റുകളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന തെറ്റുകളിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങാനുള്ള തൗഫീഖ് നമുക്ക് അള്ളാഹു നൽകുമാറാകട്ടെ. മരണമെത്തുന്നതിന് മുമ്പ് തന്നെ എല്ലാ തിന്മകളും അള്ളാഹ് സ്വീകരിക്കുന്ന തൗബ കൊണ്ട് കഴുകിക്കളയാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ അള്ളാഹുവിൻ്റെ ദീനിന് വിരുദ്ധമായി നടക്കുന്ന എല്ലാ ഏർപ്പാടുകൾക്ക് എതിരെ
പ്രതികരിക്കാൻ, അള്ളാഹു ഇഷ്ടപ്പെട്ട രൂപത്തിൽ പ്രതികരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തിന്മകൾ വിരോധിക്കുന്ന അള്ളാഹു ഇഷ്ടപ്പെട്ട ദാസന്മാരുടെ കൂട്ടത്തിൽ നാം ഏവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള വിശ്വാസിനികൾ അവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗങ്ങൾ കൊണ്ട് മറ്റ് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, സാമ്പത്തികവും ശാരീരികവും മാനസികവും കുടുംബപരവുമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സഹോദരി സഹോദരന്മാർ അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് ആശ്വാസവും സമാധാനവും നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, കച്ചവടത്തിലും മറ്റ് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ, സംരംഭങ്ങൾ പരാജയപ്പെട്ടു പോയിട്ടുള്ള ആളുകൾ അള്ളാഹു അവർക്ക് ആശ്വാസവും സമാധാനവും വിജയവും നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് വലിയ വലിയ അസുഖങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവർ അള്ളാഹു അവർക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു തആല ഇഷ്ടപ്പെടുന്ന ദാസന്മാരുടെ കൂട്ടത്തിൽ ജീവിച്ച് അവൻ ഇഷ്ടപ്പെടുന്ന ദാസന്മാരുടെ കൂട്ടത്തിൽ മരിച്ച് അവൻ ഇഷ്ടപ്പെടുന്ന ദാസന്മാരുടെ കൂട്ടത്തിൽ ഉയർത്തെഴുന്നേൽക്കാൻ നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബാദികൾക്കും നമ്മുടെ സന്താന പരമ്പരകൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫലസ്തീൻ്റെ മണ്ണിലും ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിലും കഷ്ടപ്പെടുന്ന നമ്മുടെ പാവപ്പെട്ട വിശ്വാസികളായിട്ടുള്ള സഹോദരന്മാർ അള്ളാഹു അവർക്ക് ആശ്വാസവും സമാധാനവും നൽകുമാറാകട്ടെ. അവർക്ക് വിജയവും സ്വാതന്ത്ര്യവും നൽകുമാറാകട്ടെ. അവരെ ഒറ്റപ്പെടുത്തുന്ന, പ്രയാസപ്പെടുത്തുന്ന, പീഡിപ്പിക്കുന്ന, വധിക്കുന്ന, മർദ്ദിക്കുന്ന എല്ലാ ശത്രുക്കൾക്കും അള്ളാഹു സുബ്ഹാനഹു വതആല ഹിദായത്ത് നൽകുമാറാകട്ടെ. അവർ ഹിദായത്തിന് അർഹരല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ശാപം അവർക്ക് മേലുണ്ടാകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ നാശം അവർക്ക് മേൽ ഇറങ്ങുമാറാകട്ടെ. ലോകത്തിന് മാതൃകയാകുന്ന വിധത്തിൽ അക്രമികൾക്ക് ശിക്ഷ ചെയ്യുന്നത് ഈ ഇസ്രായേലിൻ്റെ മേൽ അള്ളാഹു നടപ്പിലാക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ കഷ്ടപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങൾക്കെല്ലാം സമാധാനവും വിജയവും ഇസ്സത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين.